നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ റബ്ബർ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തെളിഞ്ഞ കാലാവസ്ഥ അവസരമാക്കി കാർഷിക മേഖല പുലർച്ചെ തന്നെ റബ്ബർ ടാപ്പിങ്ങിന് ഉത്സാഹിച്ചു. പല ഭാഗങ്ങളിലെ വെട്ട് പുനരാരംഭിച്ചത് കണക്കിലെടുത്താൽ മാസമധ്യം മുതൽ ചരക്ക് ലഭ്യത ഉയരുമെന്ന നിഗമനത്തിലാണ് ഉത്തരേന്ത്യയിൽ നിന്നുള്ള ചെറുകിട വ്യവസായികൾ. ഇതിനിടയിൽ ചില പ്രദേശങ്ങളിൽ തോട്ടങ്ങളിൽ ഇലപൊഴിച്ചിൽ വ്യാപകമായതും ഉയർന്ന പകൽ താപനിലയും പാൽ ലഭ്യത ചുരുങ്ങാൻ ഇടയാക്കി. ആഭ്യന്തര വിദേശ വിപണികളിൽ ഇന്ന് റബ്ബർ ഓരോ നിലവാരത്തിലാണ് ഇടപാടുകൾ നടന്നത്. നീണ്ട കാലയളവിന് ശേഷമാണ് കൊച്ചിയിലും രാജ്യാന്തര മാർക്കറ്റായ ബാങ്കോക്കിലും ഷീറ്റ് കിലോ 186 രൂപയിൽ കൈമാറിയത്. വിനിമയ വിപണിയിൽ ജപ്പാനീസ് യെന്നിൻ്റെ മൂല്യത്തിലുളവായ ചാഞ്ചാട്ടം ഏഷ്യൻ അവധി വ്യാപാരത്തിലേക്ക് ഒരു വിഭാഗം നിക്ഷേപകരെ ആകർഷിച്ചു. ഇന്ന് കേരളത്തിൽ റബ്ബർ വില കുറഞ്ഞിരിക്കുകയാണ്. RSS 4 ഒരു കിലോയ്ക്ക് 184 രൂപയായും RSS 5 ഒരു കിലോയ്ക്ക് 180 രൂപ 50 പൈസയുമായിട്ടാണ് കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റബ്ബർ ന്യൂസ്. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ